അമേരിക്കൻ ഐക്യനാടുകളിൽ ഇത് തെരഞ്ഞെടുപ്പ് കാലം. 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്ന 12 മാസം നീണ്ടു നിൽക്കുന്ന അതിബൃഹത്തായ പ്രക്രിയ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച ഇന്ത്യ വിഷന്റെ പ്രത്യേക പരിപാടികളിൽ ആദ്യത്തേത് അവതരിപ്പിക്കുന്നു. സ്വാഗതം. അമേരിക്കയുടെ 57ാമത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയകൾക്ക് ആവേശവും ഗതിവേഗവും ആർജിച്ചിരിക്കുകയാണ്. 13 പ്രസിഡന്റുമാർ 2 തവണ രാഷ്ട്രത്തെ നയിച്ച ചരിത്രമുള്ള അമേരിക്കയുടെ 44ാമത് പ്രസിഡന്റായ ഡെമോക്രാറ്റ് ബറാക് ഒബാമ രണ്ടാം ഊഴം കാക്കുകയാണ്. I will be a candidate for re-election in 2012. How do we understand this president and his time in office? Do we look at the day's headlines, or do we remember what we as a country have been through? Our time of standing pat, of protecting narrow interests and putting off unpleasant decisions, that time has surely passed. This is his decision. Nobody is standing there with him. 7 മാസത്തിനപ്പുറം നവംബർ 6-ന് അന്തിമമായി നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനുവരിയിൽ ന്യൂ ഹാംപ്ഷയറിലും അയോവയിലും തുടങ്ങിയ പ്രക്രിയ ഏപ്രിൽ അവസാനത്തോടടുക്കുമ്പോൾ 40 പ്രൈമറികളും കോക്കസുകളും പൂർത്തിയാക്കി കഴിയും. ജൂൺ 26-ന് ഉഠായിൽ അവസാന പ്രൈമറിയോടെ അമേരിക്കൻ പൗരന്മാരുടെ പരോക്ഷമായ തെരഞ്ഞെടുപ്പ് പങ്കാളിത്തം അവസാനിക്കുകയായി. The election is still 11 months off, but already here in the chill of Iowa, the anti-Obama forces, the Republicans, are in the early throes of choosing a candidate. Get out there and vote tomorrow. I need every vote. Tomorrow's election. 2012-ൽ അമേരിക്ക ഡെമോക്രാറ്റുകളുടെ നീലയും റിപ്പബ്ലിക്കന്മാരുടെ ചുവപ്പുമായി വേർതിരിയുമ്പോൾ ഇവ രണ്ടിനും നടുവിൽ രാഷ്ട്രീയ നിറം മറച്ചുവെച്ച് നിലയുറപ്പിച്ച വിഭാഗമായിരിക്കും രാഷ്ട്രത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുക. അതിശക്തമായ അടിയൊഴുക്കുകളിൽ നീങ്ങുന്ന ഫ്ലോറിഡ, ഒഹയോ, പെൻസിൽവാനിയ എന്നീ സംസ്ഥാനങ്ങളിൽ 2 ജയിക്കാത്ത ഒരു ശക്തനും കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയ്ക്ക് പ്രസിഡന്റായിട്ടില്ല എന്നാണ് ചരിത്രം. On election night, people across the United States will focus on maps with red and blue states as the popular vote for the Democratic and Republican presidential candidates comes in. On December 15th, a total of 538 people will assemble in the 50 states and the District of Columbia and cast ballots. These people are electors in an institution called the Electoral College. It was set up under the U.S. Constitution to elect the president. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എക്കാലവും മൂന്നാമതൊരു രാഷ്ട്രീയ കക്ഷിക്ക് എത്തിനോക്കാൻ പോലും കഴിയാത്ത ശക്തമായ ദ്വികക്ഷി തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ രാഷ്ട്രീയമായി ഇടത്തോട്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡെമോക്രാറ്റുകളും വലതുവശത്ത് നിലയുറപ്പിച്ച റിപ്പബ്ലിക്കന്മാരും രാഷ്ട്രത്തിൻ്റെ നായകത്വം പിടിച്ചെടുക്കാൻ മത്സരിക്കുകയാണ്. 18 തവണ റിപ്പബ്ലിക്കന്മാർ കൈയാളിയ അമേരിക്കൻ ഭരണം 14 തവണയാണ് ഡെമോക്രാറ്റുകൾ പിടിച്ചെടുത്തത്. ഇരു കക്ഷികൾക്കും പ്രഗത്ഭരായ പ്രസിഡന്റുമാരുടെ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. അബ്രഹാം ലിങ്കണിൽ നിന്ന് തുടങ്ങുന്ന റിപ്പബ്ലിക്കൻ പാരമ്പര്യത്തിൽ ഗതകാലത്തിൽ അണിനിരുന്നത് ഹൂവറും ഐസനോവറും നിക്സണും ഫോർഡും റീഗനും ബുഷുമാരുമാണെങ്കിൽ ഡെമോക്രാറ്റുകളുടെ പക്ഷത്തെ മഹാരഥന്മാർ റൂസ്വെൽറ്റ്, ട്രൂമാൻ, JF കെന്നഡി, ജിമ്മി കാർട്ടർ, ബിൽ ക്ലിന്റൺ എന്നിവരാണ്. ഡെമോക്രാറ്റ് ചങ്ങലയിലെ നിലവിലുള്ള കണ്ണിയായ ഒബാമയ്ക്കെതിരെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മിറ്റ് റോംനി എന്ന് ഉറപ്പിച്ച നാൾ മുതൽ ദിനം പ്രതി നടക്കുന്ന ഗാലപ്പ് പോളിൽ ഇരുവരെയും പിന്നിലാക്കിയ അവസരങ്ങളേറെയാണ്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ മിറ്റ് റോംനിക്ക് 48-ഉം ഒബാമയ്ക്ക് 43% വോട്ടാണ് ഗാലപ്പ് പോളിൽ ലഭിച്ചതെങ്കിൽ തൊട്ടു പിന്നാലെ വന്ന NBC വാൾസ്ട്രീറ്റ് ജേർണൽ സർവേയിൽ ഒബാമ 49% വോട്ട് കരസ്ഥമാക്കിയതായി കണ്ടു. ആഴ്ചയുടെ തുടക്കത്തിൽ ഇവർ ഒപ്പത്തിനൊപ്പമാവുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കിടെ സർവേകൾക്കും ഗാലപ്പ് പോളുകൾക്കും വിലക്കില്ലാത്ത അമേരിക്കയിൽ രാജ്യമൊട്ടാകെ നടന്ന 7 സർവേകളിൽ ഒബാമയ്ക്ക് സാധ്യത പ്രവചിച്ചപ്പോൾ 2 റോംനി ചുരുങ്ങിയിരിക്കുന്നു. മറ്റു റിപ്പബ്ലിക്കന്മാർ അടുത്തെങ്ങുമില്ലതാനും. Latest USA Today Gallup poll shows Romney would do best in a head-to-head matchup with the president. They are tied at 48%. But Mr. Obama would beat Ron Paul by 3%, Santorum by 8%, and Newt Gingrich by a whopping 12%. 2010-ൽ നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റുകളുടെ സീറ്റുകൾ റിപ്പബ്ലിക്കൻ കക്ഷിക്ക് പോയ പശ്ചാത്തലത്തിലാണ് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത്. എന്നാൽ വളരെ സങ്കീർണമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഈ സർവേകൾ ഒട്ടും ദിശാസൂചകമല്ല, പ്രാധാന്യവുമല്ല. 2010 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ ഇലക്ടറൽ കോളേജ് വോട്ട് വിഭജന രീതിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്.
8 സംസ്ഥാനങ്ങളിൽ വോട്ട് വർദ്ധിച്ചപ്പോൾ 10 സംസ്ഥാനങ്ങളിൽ വോട്ട് കുറയുകയും ചെയ്തു. ഡെമോക്രാറ്റിക് കക്ഷിക്ക് 6 ഇലക്ടറൽ കോളേജ് വോട്ടുകൾ നഷ്ടമായി. റിപ്പബ്ലിക്കൻ കക്ഷിക്ക് 6 ഈസി വോട്ടിൻ്റെ നേട്ടവുമുണ്ട്. ഇത് 2 കക്ഷികളുടെയും ദേശീയ സീറ്റ് നിലവാരത്തിൽ വ്യതിയാനം വരുത്തിയിട്ടുണ്ട്. പ്രതിഷേധമുയർത്തിയ നിരവധി നിയമ ഭേദഗതികൾ കൂടി ആയപ്പോൾ അവയെല്ലാം റിപ്പബ്ലിക്കൻ കക്ഷിയുടെ വിജയസാധ്യതകൾ കൂടാനാണെന്ന ആക്ഷേപവും ഉയരുകയുണ്ടായി. And Americans, in my view, will demand a real choice in this campaign between those people who believe in prosperity and success and opportunity and those who believe in government. And I think they'll choose us. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രത്യേക പരിപാടിയിലെ ആദ്യ ഭാഗം പ്രധാനമായും തിരഞ്ഞെടുപ്പ് രീതികൾ എന്തെന്ന് പരിശോധിക്കുകയാണ്. ചെന്നൈയിലെ US കോൺസുലേറ്റ് ജനറൽ കേന്ദ്രത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ വിഷയങ്ങൾ വിശദമാക്കുന്നു. നിരവധി വർഷങ്ങളെടുത്ത് രൂപപ്പെട്ടുവെന്ന അമേരിക്കൻ ജനാധിപത്യ പ്രക്രിയയുടെ വ്യക്തമായ ഉദ്ഭവം വിശദീകരിക്കുകയാണ് ചെന്നൈ US കോൺസുലേറ്റിലെ രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധൻ മാക്സ്വെൽ ഹാമിൽട്ടൺ. ഏകീകൃത സ്വഭാവമില്ലാതെ ചിതറിക്കിടന്ന സംസ്ഥാനങ്ങളെ ശക്തമായ ഭരണക്രമത്തിൻ്റെ ചരടുകൊണ്ട് ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ എങ്ങനെ ബന്ധിപ്പിച്ചുവെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. But what I would like to discuss is the role that they've had historically over time and how our founding fathers in the United States conceptualized these groups, these entities, and contrast that with the Indian experience. So I think it's important to understand that in the United States, after independence, we had a very loose confederation of states. And there was a great debate in the United States about how those states should come together. There was a group of people named the Federalists, who argued that the states should have stronger bonds between them. And there are others that argued, the anti-federalists, that argued that those bonds should remain minimal and the states should retain a greater degree of independence. The Federalists were led by 3 individuals who were considered the most brilliant minds of their generation, John Jay, Alexander Hamilton, and James Madison. And in order to convince the American public of the utility of a document that would bind the states together, they wrote a group of papers called the Federalist Papers. James Madison has been called the father of the Constitution. He was the writer of the Bill of Rights, and he became the 4th President of the United States. Although he was only one individual, he was one of the most influential founding fathers and one of the most brilliant men in the history of the United States. Of these Federalist Papers, the most famous is number 10, and that was written by James Madison. And in this Federalist number 10, James Madison explores this idea of the role of interest groups, special interests, in democracy. And James Madison, in Federalist number 10, argues in favor of a democratic system of governance, a system of governance that incorporates these special interest groups in public discourse. So he asks in Federalist number 10, what is the best system of governance for dealing with these different factions? He calls them factions in society. And he says, regardless of what society we're in, these factions, these differences of opinions, these different groups will always exist. So what is the best system of governance that we can have that can help balance these competing factions and avoid conflict? And being a Democrat, and a liberal thinker, he rejects the notion of a totalitarian or authoritarian system of governance as being undemocratic. So as I was saying, what Madison argues is we need to encourage these different groups to participate in the political process, these special interest groups to participate, because by doing that we incorporate the views of the minority and we prevent a tyranny of the majority. We prevent one interest group from dominating all the others by making sure that we have a system that's inclusive and encourages this diversity. എൻറ്റൺ എന്ന ഫെഡറൽ രേഖയുടെ പ്രാധാന്യം പിൽക്കാലത്ത് അമേരിക്കൻ ജനാധിപത്യ വ്യവസ്ഥയിൽ വിഭിന്ന താൽപ്പര്യ ഗ്രൂപ്പുകളുടെ സഹവർത്തിത്വം ഉറപ്പാക്കുന്നതും രാഷ്ട്രനിർമ്മാണത്തിൽ അവരുടെ പങ്ക് നിർണ്ണയിച്ച് സമതുലിതാവസ്ഥ കൊണ്ടുവരുന്നതും ജെയിംസ് മാഡിസന്റെ ചിന്തകളും ആശയങ്ങളുമാണ്. കൃഷിക്കാർ, വ്യവസായികൾ, സേവനദാതാക്കൾ എന്നിങ്ങനെ ഒന്നിനൊന്ന് സംഘർഷത്തിലേർപ്പെട്ട് വേർതിരിയുന്ന താൽപ്പര്യ ഗ്രൂപ്പുകളെ മറ്റൊരു ഗ്രൂപ്പിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കാതെയും എല്ലാവർക്കും അവസരം തുറന്നുകൊടുത്തും കൊണ്ടുള്ള ജനാധിപത്യ ക്രമമായിരുന്നു അത്. ഇന്ത്യൻ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഫലപ്രദമായ ജനാധിപത്യ ഭരണക്രമം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളോടാണ് അമേരിക്കൻ ഭരണഘടനാ രൂപീകരണത്തെ മാക്സ്വെൽ ഹാമിൽട്ടൺ താരതമ്യപ്പെടുത്തുന്നത്.
What Madison says is that in a society, you might have farmers who are a special group of interests. You might have business people who are a special group of interests, lawyers. Maybe you have people who have one view on immigration and people who have a different view on immigration. And by incorporating all of those different viewpoints together in the same system, you prevent one viewpoint or one class from dominating all the others. And so rather than trying to stamp out any discourse, which is what you would do in a totalitarian or authoritarian system, he is in favor of opening this discourse and opening this democratic space so that as many interest groups as possible can participate. അത്തരം ഗ്രൂപ്പുകളും വ്യക്തികളും അവരുടെ ആശയങ്ങളും പരസ്പരം സംവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമാകുന്നു. ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകൾക്ക് വ്യക്തികളുടെയും കൂട്ടായ്മകളുടെയും ശബ്ദം കേൾപ്പിക്കാൻ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. So I think a perfect example of how an individual can have a tremendous impact in any society is through social media and the way that social media can help people organize and affect change through the force through the truth of their views. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലൊരു സംവിധാനമില്ലാത്ത അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ സംവാദങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കാലാകാലമായി തുടരുന്ന ദ്വിവ്യവസ്ഥയിലെ സങ്കീർണതകൾ ലളിതമായി വിശദീകരിക്കുകയാണ് കേരളത്തിൽ വേരുകളുള്ള കോൺസുലേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ ആനന്ദ് കൃഷ്ണ. അമേരിക്കൻ പൗരന്മാർ ഓരോ 4 വർഷം കൂടുമ്പോഴും നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷമായി പങ്കെടുക്കുകയല്ല ചെയ്യുന്നത് എന്ന് മാത്രമല്ല, പ്രാഥമിക ഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ 2 രീതികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. പ്രൈമറികളും കോക്കസുകളുമായി വേർതിരിയുന്ന സമ്മതിദാന സമ്പ്രദായം. The way the process works, and beginning at the start of the election year, a party, in this case the Republican Party, holds a series of what you can consider mini elections in each of the 50 states. And these can be divided broadly into 2 types, primaries and caucuses. ഓരോ 4 വർഷം കൂടുമ്പോഴാണ് അമേരിക്കൻ പൗരന്മാർ അവരുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അമേരിക്കയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ റിപ്പബ്ലിക്കന്മാരുടെ സ്വാധീനത്തെ ചുവപ്പിലും ഡെമോക്രാറ്റുകളുടേത് നീലയിലുമാണ് അടയാളപ്പെടുത്താറ്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത് ഇരു കക്ഷികളുടെയും ദേശീയ കൺവെൻഷനിലെത്തുന്ന തിരഞ്ഞെടുത്ത ഡെലിഗേറ്റുകൾ അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിൽ നിന്ന് ജനസംഖ്യാനുപാതികമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ്. കൺവെൻഷനിൽ പ്രതിനിധികൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ് പൗരന്മാർ അവരുടെ സമ്മതിദാനം കൊണ്ട് ചെയ്യുന്നത്. കോക്കസ്, പ്രൈമറി എന്നീ 2 വിഭിന്ന സമ്പ്രദായങ്ങളിലൂടെയായി പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. 6 മാസം കൊണ്ട് പൂർത്തിയാവുന്ന കോക്കസുകളും പ്രൈമറികളും, തുടർന്ന് 2 കക്ഷികളുടെയും കൺവെൻഷൻ, 3-ാം ഘട്ടം ദേശീയ കൺവെൻഷനിൽ ഉയർന്നുവന്ന സ്ഥാനാർത്ഥികളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന പൊതുതെരഞ്ഞെടുപ്പ്. ഈ ഘട്ടത്തിൽ ഇലക്ട്രൽ വോട്ടുകൾ വിജയം നിർണ്ണയിക്കുന്നു. Some states hold primaries. And primaries are very much like regular secret ballot elections, where citizens of that state can vote for one of the possible options, one of the people running for President of the United States. And so several states hold primaries beginning in January. The first state to hold a primary traditionally is New Hampshire. And the primaries take place over the first 6 months of the year. പ്രൈമറികൾ. ലക്ഷക്കണക്കിന് വരുന്ന ഭൂരിഭാഗം വോട്ടർമാരും സാധാരണ തെരഞ്ഞെടുപ്പിന് സമാനമായ പ്രൈമറി രീതിയിലാണ് തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്നത്. 2008-ൽ 360 ലക്ഷം ഡെമോക്രാറ്റുകളും 210 ലക്ഷം റിപ്പബ്ലിക്കന്മാരും പ്രൈമറികളിൽ വോട്ട് ചെയ്തു. ഡെമോക്രാറ്റുകൾ 37 പ്രൈമറികൾ പിടിച്ചു, റിപ്പബ്ലിക്കന്മാർ 39 പ്രൈമറികളും. പ്രൈമറികൾ സമയബന്ധിതമായാണ് നടക്കുന്നത്. ന്യൂഹാംപ്ഷയറിലാണ് തുടക്കം. ൽ ഒരൊറ്റ ദിവസം 16 പ്രൈമറി നടത്തിയ ഡെമോക്രാറ്റുകളുടെ ആ സുനാമി ചൊവ്വയെ റിപ്പബ്ലിക്കന്മാർ ഇത്തവണ സൂപ്പർ ചൊവ്വയാക്കി പിന്തുടർന്നു. പ്രൈമറികളും ഈ ജൂണിൽ അവസാനിക്കും. ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ദേശീയ കൺവെൻഷനുകൾ. Likewise, other states hold caucuses. Caucuses work a little bit differently, but the result is the same. In caucuses,
you go through citizens assemble at town halls and other venues to have a discussion and debate about the merits of various candidates, eventually coming to either a consensus or using a secret ballot form to determine their vote. പ്രൈമറികൾ സർവ്വസാധാരണമായ രീതിയിൽ നടക്കുന്ന രഹസ്യ ബാലറ്റ് വഴിയുള്ള തിരഞ്ഞെടുപ്പ് തന്നെ കോക്കസുകൾക്ക് ഇതിൽ നിന്ന് വ്യത്യാസമുണ്ട്. പൊതുസ്ഥലങ്ങളിൽ പൊതുജനങ്ങൾ കൂടി വിഷയങ്ങൾ ചർച്ചയും സംവാദവും നടത്തുന്ന രീതി പിന്തുടർന്ന് 17 സംസ്ഥാനങ്ങൾ കോക്കസുകൾ സംഘടിപ്പിക്കുന്നു. പ്രസിഡന്റ് ഒബാമ വിജയിച്ച 2008-ൽ അദ്ദേഹത്തിന്റെ കക്ഷിയായ ഡെമോക്രാറ്റുകൾ 15ഇടത്ത് ഈ രീതി സ്വീകരിച്ചു. 14.5% ഡെലിഗേറ്റുകളെ തിരഞ്ഞെടുത്തു. ഈ വർഷം റിപ്പബ്ലിക്കന്മാർ 18 സംസ്ഥാനങ്ങളിൽ കോക്കസുകൾ നടത്തുന്നു. 21% റിപ്പബ്ലിക്കൻ ഡെലിഗേറ്റുകൾ ഇപ്രകാരമായിരിക്കും ദേശീയ കൺവെൻഷനിലെത്തുക. രീതി ഇങ്ങനെ: പൊതുസ്ഥലത്തായി കോക്കസുകൾ കൂടുന്നു. വോട്ടർമാർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അവരുടെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. തലയെണ്ണിയോ രഹസ്യ ബാലറ്റ് വഴിയോ ആവാം ഇത്. ഫലങ്ങൾ ഓരോ സംസ്ഥാന ആസ്ഥാനത്തേക്കും വിനിമയം ചെയ്യുന്നു. ഈ ഫലങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നിശ്ചിത എണ്ണം ഡെലിഗേറ്റുകൾ ദേശീയ കൺവെൻഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. ചിലയിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ശതമാനം നേടുന്ന കക്ഷിക്ക് അവിടുത്തെ എല്ലാ ഡെലിഗേറ്റുകളും സ്വന്തമാകും. ഇവർ ദേശീയ കൺവെൻഷനിലെത്തി പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ ചേരുന്നു. ജനുവരിയിൽ തുടങ്ങുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആദ്യ 6 മാസം കൊണ്ട് പ്രൈമറികളും കോക്കസുകളും അടങ്ങുന്ന പ്രാഥമിക ഘട്ടം പൂർത്തിയാക്കും. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രതിനിധികളെയാണ് പ്രൈമറികളും കോക്കസുകളും തിരഞ്ഞെടുക്കുന്നത്. 8-9 മാസങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ജനസംഖ്യാനുപാതത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഡെലിഗേറ്റുകളുടെ നാഷണൽ കൺവെൻഷൻ നടക്കുന്നു. ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ ഉറപ്പിക്കപ്പെടാത്തവരാണ്. 2ാം തവണ മത്സരിക്കുന്ന നിലവിലുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം പോലും കൺവെൻഷനിൽ വെച്ച് നിരാകരിക്കപ്പെടാം. എതിർപക്ഷത്ത് നിരന്ന ഒരേ കക്ഷിയിലെ തന്നെ വിവിധ സ്ഥാനാർത്ഥികളിൽ ഒരാൾ സ്ഥാനാർത്ഥിയായി ഉറപ്പിക്കപ്പെടുന്നതും ഈ കൺവെൻഷനുകളിലാണ്. Neither party will declare a single candidate for president until their national party convention, which will generally take place in August or September of a presidential election year. When a candidate is running for re-election, that is a sitting president who is eligible to run for re-election, often that candidate becomes the de facto candidate. In other words, he or she will run unopposed. The Democratic primaries and caucuses are still taking place, but it is functionally a foregone conclusion that President Obama, who has the overwhelming support of the Democratic Party, is going to be selected at the National Convention. So the process still takes place, and it's not, he's not officially been declared the candidate for the Democratic Party until the National Convention takes place. And for the Democrats this year, that is in Charlotte, North Carolina, in the beginning of September. For the Republican Party, the candidate is still being decided. Again, several candidates filed their intention to run as president, as a presidential candidate. They're going through the primary and caucus procedure. And at this point, the front runner, that is the leader in current delegates, is Mitt Romney, the former governor of Massachusetts. Rick Santorum, who's a former senator from Pennsylvania, is currently in second place. Other candidates who initially entered have either officially dropped out or at this point are far enough behind in terms of delegate count that it's looking very unlikely that they would be successful. What also happens generally prior to that, if a candidate has established a clear majority and is going to be the selection at the National Convention, they then will often select their vice presidential candidate so that the National Convention, instead of being a place where something is decided, instead becomes a place where the party can generate interest and enthusiasm and show unity
in support of the selected candidates. Americans will vote on Election Day, which this year is November 6th, selecting their candidate for president. Those selections, again done within the state, will determine what we call electors. And in total, there are 538 electors across the United States. These numbers are divided proportionally based on population of each state. രാജ്യത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് ഘോഷം നടക്കുമ്പോൾ വെളിയിൽ വിദേശങ്ങളിലുള്ള അമേരിക്കൻ പ്രവാസി പൗരന്മാർക്ക് ആബ്സെന്റി സമ്മതിദാനം ചെയ്യാൻ അവസരമൊരുക്കുന്നു അമേരിക്ക. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വൈസ് കോൺസൽ അലക്സിസ് ഹാഫ്റ്റാനി വിശദീകരിക്കുകയാണ്. Americans now have the luxury of turning on their computers and checking the news to see what's going on in the election. So they're looking at online websites that provide news. They're looking at social media sites like Facebook or Twitter to get news about the election. So primarily, that's some of the ways that they're getting information, of course. And they're following the trajectory of the election. We started now in the primary and the caucus season. Americans will be tuning in to see how the national conventions turn out, the presidential and vice presidential debates that will be taking place in the fall. Americans will want to tune into those. And then, of course, Election Day is a very exciting day, and lots of Americans, including those overseas, are going to be paying attention to what's happening. So it might have been difficult 20 to 30 years ago to get news and information about what's happening at home in the U.S., but today it is fairly easy. Another way that Americans are participating in the political process, even though they're not in the U.S., is by joining groups such as Democrats Abroad or Republicans Abroad. These are membership groups, clubs that meet generally in an informal way to share news, talk about politics, get out the vote, and there are branches of these groups all over the world. So if a person living in any country abroad is interested in joining one or starting a club, for example, they can do that. The requirements for being an overseas voter are pretty simple. You have to be 18 at the time of the election. So for anyone that's 18, coming up now for November 6th, our next presidential election, they will be able to register to vote and then cast their ballot using an absentee ballot. So the registration process is fairly simple. It's come a long way, and we're very proud of the fact that now every American can vote or can register to vote fairly simply. There is an application form which can be found online. We also have hard copies of it here at the U.S. Consulate, and an American simply needs to fill that out. They need to keep in mind which state they plan to vote in. Each state is different, so we have 50 states, of course, and different states have different rules and regulations about how this process happens and what sort of time frame it happens within. But for example, I'm a voter in California. I filled out my application, and I was able to submit it by email. I could send it to my election official in the U.S. by email. Other options include fax, or you can even mail it back to the U.S. So now that I have registered to vote, I can expect to receive what is called an absentee ballot that will come through the mail, will reach me. I will be able to vote for the presidential election when it comes to that time, and then I will stick that ballot back in the mail, and it will then head to my election official in the United States. In 2008, close to 1 million absentee ballots were requested from overseas, so that's a pretty tremendous number, and I would say that most overseas voters understand how important that their vote is. Absentee ballots have really pushed candidates over the edge where they might have a very narrow margin of victory. 2 മാസം കഴിഞ്ഞാൽ പ്രൈമറികളും കോക്കസുകളും അവസാനിക്കുകയായി. കക്ഷികളുടെ നാഷണൽ കൺവെൻഷൻ ദേശീയ ആഘോഷം തന്നെയാണ്. 2010 തന്നെ ഡെമോക്രാറ്റുകളുടെ കൺവെൻഷൻ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2011 ഫസ്റ്റ് ലേഡി മിഷൽ ഒബാമ സെൻറ്റ് ലൂയിസിലെ ഷാർലറ്റ് ഡെമോക്രാറ്റുകളുടെ കൺവെൻഷന് തിരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 3 മുതൽ 6 വരെയാണ് കൺവെൻഷൻ. അതിനു മുന്നേ തന്നെ ഫ്ലോറിഡയിലെ തംപാ ബേയിൽ റിപ്പബ്ലിക്കൻ കൺവെൻഷൻ ആരംഭിക്കും, ഓഗസ്റ്റ് 27 മുതൽ 30 വരെ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ അമേരിക്കൻ സെനറ്റിൽ ഒഴിവ് വരുന്ന 1/3 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. 2 വർഷം കൂടുമ്പോൾ വരുന്ന ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് തെരഞ്ഞെടുപ്പും ഒപ്പമുണ്ടാവും. ഇത് 113ാമത് കോൺഗ്രസിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. കൺവെൻഷൻ വരെയുള്ള വിശേഷങ്ങളുമായി ഈ പ്രത്യേക പരിപാടിയുടെ അടുത്ത എപ്പിസോഡ് താമസിയാതെ പ്രേക്ഷകരുടെ മുന്നിലെത്തും. കാത്തിരിക്കുക.